Hello friends, I am Tulasi. Welcome to Fourth Dimension. ഇന്ന് നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 1-ലെ 5th ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഫീൽഡ് ഓഫ് ദി ആക്സിയൽ ലൈൻ, ഫീൽഡ് ഓഫ് ദി കർവ് ലൈൻ, അതിൻ്റെ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോളിന് ദാറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക് when it is placed in an external electric field. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്ത ഹെഡിങ് വരുന്നത് ടോർക്ക് ഓൺ എ ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ടോർക്ക് ഓൺ ഇലക്ട്രിക് ഡൈപോളിൻ്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ റെപ്രസെൻറ്റിംഗ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ഇതിനകത്ത് ഒരു ആരോ കൊടുത്താൽ ഇതേപോലെ കുറേ ലൈൻസ് ഇങ്ങനെ പാരലായിട്ട് വരിക കണ്ടല്ലേ, പിന്നെ പാരലൈൻസ് വിത്ത് സെയിം ഡയറക്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് എല്ലാ ലൈൻസോടും വേണ്ട, ഒരു ലൈൻ മതി. അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്ടർ ചെയ്ത് കൊടുക്കും. ദിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ വേണം. ഡൈപോളിൻ്റെ പ്രത്യേകത അത് ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് ഡൈപോളിനെ നമുക്ക് ഇങ്ങനെ വരച്ചാൽ അതിനകത്ത് നെഗറ്റീവ് ചാർജ് ഇരിക്കുന്ന ഈ ലൊക്കേഷനാണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന ലൊക്കേഷൻ ഇതാണ്. ലെങ്ത് വേണ്ടേ, ഇത് എ, ഇത് മിഡ് പോയിന്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ മിഡ് പോയിന്റ് ശരി, ലെങ്ത് കൂടിയപ്പുറം സാരമില്ല, 2a. ഇപ്പം നമ്മൾ കാണുന്ന ഡൈപോള് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനുമായിട്ട് ഓറിയൻറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുകയാണ്. ചരിഞ്ഞ് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്തൊരു ആംഗിളിൽ പോയിരിക്കുക. അപ്പം നമ്മൾ ഇത് ഓറിയൻറ്റഡ് പൊസിഷനാണ്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പാരലായിട്ടല്ല നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ആംഗിൾ തീറ്റ എന്ന് മെൻഷൻ ചെയ്യാം. തീറ്റ. The dipole is inside a uniform electric field. So the charge plus q of the dipole and the charge minus q of the dipole both are inside the same electric field. That means electric field of same strength. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ എന്നല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ പ്ലസ് ക്യൂ ചാർജിന് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലേക്കല്ലേ, ആ ഡയറക്ഷന് പാരലായിട്ട് ഒരു ഫോഴ്സ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡിനകത്ത് ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് കിട്ടുമെന്നല്ലേ പഠിച്ചിട്ട്. അപ്പം ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിനകത്തല്ലേ, അപ്പോൾ ഈ ചാർജിന് ഫോഴ്സ് കിട്ടും. ഈ ഫോഴ്സ് എപ്പോഴും പോസിറ്റീവ് ചാർജിൻ്റെ ഫോഴ്സ് എപ്പോഴും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഈ ചാർജിൻ്റെ ഫീൽഡ് നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഡയറക്ഷനും ഇതും പാരലായിരിക്കും, ബട്ട് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഈ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഈ സ്ട്രെങ്ത് ഉള്ള ഫീൽഡില്ല, ക്യൂ ചാർജിന് കിട്ടുന്ന ഫോഴ്സിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് ചാർജ് ഇൻറ്റു സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇതാ ഫോഴ്സിൻ്റെ ഫോർമുല നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് പഠിച്ചു, ഇൻറ്റൻസിറ്റിയെ കുറിച്ച് പഠിച്ച ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഫോർമുലയാണ് ക്യൂ ഇൻ ഡി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് നമുക്ക് എത്ര എടുക്കാം, ക്യൂ ഇൻ ഡി. ഇതേപോലെ തന്നെ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ ഇരുന്നാൽ അതിന് ഈക്വൽ ഫോഴ്സ് കിട്ടും, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിൻ്റെ ചാർജ് ക്യൂ തന്നെയാണ്, യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഫീൽഡിൻ്റെ സ്ട്രെങ്തും ഇ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് വരുന്നത് ക്യൂ ഇ തന്നെയായിരിക്കും. ഇറ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ബിക്കോസ് എ നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് റൂള്. ഇതനുസരിച്ചാണ് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ നമ്മൾ നോക്കിയാൽ ദേ ആർ ഈക്വൽ. അപ്പം ദ ടു ഫോഴ്സസ് ആക്ടിങ് on the dipole are equal and opposite along different lines. ഒരേ ലൈനെ കൂടെ അല്ല അല്ലേ, ഒരേ ലൈനെ കൂടെ അല്ല, അത് വ്യത്യസ്തമായ ലൈനെ കൂടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് പ്രത്യേകം ടു ഫോഴ്സസ് ആക്ട് ഓൺ ദ ഡൈപോൾ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് along different direction. Therefore the couple of forces create a torque on the electric dipole. ഞാൻ ഡൈപോൾ എന്ന് എഴുതുന്നു. ടോർക്ക് ഓൺ ദ ഡൈപോൾ.
പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നമ്മൾ നോക്കിയാൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് കണ്ടുപിടിക്കണം. ടോർക്ക് ഓൺ ദ ഡൈപോൾ. In the uniform electric field, നമുക്ക് എഴുതുക. The torque on the dipole, tau is equal to, വെക്ടർ ഫോമിൽ വേണ്ട സ്കെയിലർ ഫോമിൽ സ്റ്റാർട്ട് ചെയ്യാം. tau is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് 2 ഫോഴ്സുള്ള ഏതെങ്കിലും മതി, ഏതൊരു ഫോഴ്സ് മതി. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫോർമുല എടുക്കാം. ടോർക്ക് ഓൺ ദ ഡൈപോൾ tau is equal to ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ പ്ലേസിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് നോക്കി. ഫോഴ്സ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E എന്ന് കൊടുക്കാം. ദെൻ വാട്ട് എവർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, നെഗറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്, പോസിറ്റീവ് ചാർജിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതല്ലേ. അതിനിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈൻ അങ്ങ് വരച്ചാൽ മതി. മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എണ്ണം എടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ, എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ AN is a perpendicular distance ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് സ്ഥാനത്ത് കൊടുക്കുന്ന വാല്യൂ AN, വിച്ച് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ 2 ഫോഴ്സസ്. അങ്ങനെ നമ്മൾ എടുത്തു. ഇനി ഈ ഡൈപോളിൻ്റെ ഓറിയന്റേഷൻ, ഈ ആംഗിൾ അത് നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്യേണ്ടായിരുന്നു. ഞാനിപ്പോൾ എഴുതുക. തീറ്റ ഇലക്ട്രിക് ഫീൽഡിൽ ചരിഞ്ഞിരിക്കുകയാണ്, അത്ര ആംഗിൾ ചരിഞ്ഞിരിക്കുന്ന സമയത്താണ് ടോർക്ക് കിട്ടുന്നത്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നിയർലി വി ക്യാൻ സേ ദിസ് ആംഗിൾ ഈസ് ഓൾസോ, അല്ല ഇതിൻ്റെ ആംഗിൾ നമുക്ക് ഇതെടുക്കാം. ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. പാരലൈൻസ് അല്ലേ ലൈൻ. ഇപ്പം ഈ ആംഗിൾ തുല്യമായിരിക്കും തീറ്റ. അപ്പോൾ നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AN ABN എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഇപ്പം ഇത്ര നമ്മൾ എഴുതി കഴിഞ്ഞു. ബട്ട് ഇൻ ട്രയാങ്കിൾ ABN, what is the value of sin theta? Sin theta is equal to opposite side, that is AN divided by hypotenuse, that is AB. കറക്റ്റ് അല്ലേ നോക്കി. തീറ്റ എന്ന് പറഞ്ഞാൽ ഇതല്ല, ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾ എടുക്കണം. അപ്പോൾ sin theta is equal to opposite is AN divided by hypotenuse, ലാർജ് സൈഡ് അല്ലേ. അപ്പം AB വരും. അപ്പം നമുക്ക് ANൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ sin theta is equal to AN divided by AB means length of dipole ആയിരിക്കും, അത് 2A എന്ന് എടുക്കാം. സോ AN becomes what? 2A sin theta. ഓക്കെ, എൻ്റെ കൂടെ തന്നെ എഴുതിക്കോ. അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകല്ലേ. അപ്പോൾ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റും. AN is equal to A sin theta. ഓക്കെ, ഇനി നമുക്ക് ടോർക്കിലേക്ക് തിരിച്ചു പോകാം അല്ലേ. therefore torque tau is equal to, tau എന്നാണ് പറയുന്നത്. torque tau is equal to tau നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് QE ഇൻറ്റു AN പകരം കൊടുക്കുന്ന വാല്യൂ AN is equal to 2A sin theta. ഇത്രയും കിട്ടിയില്ലേ. ഈക്വൽ ടു നമുക്കൊരു കാര്യം ചെയ്യും, ഈ 2ഉം Aയും Qയുടെ ഒന്നിച്ചെടുക്കാം. ഡൈപോൾ മൊമെൻ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 2AQ ഇൻറ്റു E sin theta. ഇത്രയും കിട്ടിയല്ലോ. സോ ദ tau is equal to 2AQ മീൻസ് ഡൈപോൾ മൊമെൻ്റ് ആണ്. നമ്മുടെ P നല്ല എഴുതുന്നത്. അപ്പോൾ 2AQന് പകരം നമുക്കപ്പോൾ P എന്ന് കൊടുക്കാം അല്ലേ. ഇതിന് പകരം P. സോ tau becomes equal to PE sin theta. Tau is equal to P sin theta. This is a scalar form of the torque acting on the dipole. In vector form we can write, vector form എഴുതിയാൽ വെക്ടർ tau നമുക്ക് കൊടുക്കാം അല്ലേ. വെക്ടർ tau is equal to, നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കുന്ന വെക്ടർ P ക്രോസ് വെക്ടർ E, ക്രോസ് പ്രൊഡക്റ്റ് ആയിരിക്കും. ക്രോസ് പ്രൊഡക്റ്റിലെ സൈൻ തീറ്റ വരുന്നത് മോഡുലസ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു മോഡുലസ് ഓഫ് സെക്കൻഡ് വെക്ടർ ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ വെക്ടർ ഫോം tau becomes equal to വെക്ടർ P ക്രോസ് വെക്ടർ E. This is the vector form of the torque. Next we are going to the physical significance of electric dipole. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കോൺസെപ്റ്റോട് കൂടി നമുക്ക് ഈ മോളിക്യൂൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റങ്ങളുണ്ട്, ആറ്റങ്ങളിൽ നിന്ന് മോളിക്യൂൾസ് ഫോം ചെയ്യുക, അങ്ങനെ പല സബ്സ്റ്റൻസുകൾ മോളിക്യൂൾ ഫോമിൽ വരാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഈ മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള മോളിക്യൂൾസ് ഉണ്ടാകും. ഒന്ന് നോൺ പോളാർ മോളിക്യൂൾസ്, രണ്ടാമത്തേത് പോളാർ മോളിക്യൂൾസ് വരും. അതിനെ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഹെൽപ്സ് ടു ക്ലാസിഫൈ ദ മോളിക്യൂൾസ് ആസ് നോൺ പോളാർ ഓർ പോളാർ മോളിക്യൂൾസ്. ഈ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അതേസമയം പോളാർ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത അതിന് ഡൈപോൾ മൊമെന്റ് നോൺ 0 ആയിരിക്കും. അതായത് വിത്ത് ദ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ ഒബ്റ്റെയിൻഡ് ഇൻ ഇലക്ട്രിക് ഡൈപോൾ വി ക്യാൻ ക്ലാസിഫൈ ദ മോളിക്യൂൾസ് ആസ് പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ഇതാണ് ശരിക്കും ഇലക്ട്രിക് ഡൈപോളിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പോർഷൻ, ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയും ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.